ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്നത്തെ നോമിനേഷൻ ഞെട്ടിച്ചിരിക്കുകയാണ്. നോമിനേഷനിൽ രണ്ട് പേരുടെ പേര് പറഞ്ഞ് ഞെട്ടിച്ചിരിക്കുകയാണ് അനു. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് മുമ്പേ ആവാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് ഇച്ചിരി ലേറ്റായിപ്പോയി. കാരണം സത്യമായിട്ടുള്ള കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞത്. കാരണം ഇതെനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ നെവിൻ്റെ, പ്രത്യേകിച്ച് അക്ബറിനെയും നെവിനെയാണ് അനു ഇന്ന് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ നെവിൻ്റെ കാര്യം ഞാൻ പല വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നെവിൻ കാണിച്ചു കൂട്ടുന്ന ഒന്നും അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. വീക്കെൻഡ് എപ്പിസോഡിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. കാരണം അത്രമാത്രം അവിടെ കാണിച്ചു കൂട്ടി വെറുപ്പിച്ചു വെച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നെവിൻ, അല്ലേ? അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഷാനവാസിൻ്റെ കേസിലായിക്കോട്ടെ, അനീഷിൻ്റെ കേസിലായിക്കോട്ടെ, അനുവിൻ്റെ കേസിലായിക്കോട്ടെ, ചെറിയ എന്തെങ്കിലും ഇത് വിഷയം ഉണ്ടെങ്കിൽ പോലും അത് വീക്കെൻഡ് എപ്പിസോഡിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ നെവിൻ്റെ ഈ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ തുടങ്ങിയ അത് അന്ന് മുതൽ ഇന്ന് വരെ ഈ എപ്പിസോഡ്, ഇന്നത്തെ ലൈവ്, ഇന്നത്തെ എപ്പിസോഡും വരെ ഉള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നെവിൻ കാണിച്ചു കൂട്ടിയിരിക്കുന്ന ഒന്നും ഇതുപോലെ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദ്യം ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബിഗ് ബോസിനും ഈ പറഞ്ഞിട്ടുള്ള ലാലേട്ടനെ അറിയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാലേട്ടനെ ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ പുള്ളി ഒരു ഹോസ്റ്റാണ്. പുള്ളി അവിടെ നിന്ന് എഴുതി കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അത് ഈ ഷോയ്ക്ക് മുമ്പേ അത് എനിക്ക് തോന്നുന്നു ചിലപ്പം പിറ്റേന്ന് തന്നെ ലാലേട്ടന് കൊടുക്കുമായിരിക്കും. അതൊക്കെ നോക്കി വെച്ചിട്ട് പുള്ളി ഒരു ഹോസ്റ്റാണ്. അപ്പോൾ പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി മേടിക്കുന്ന പൈസയ്ക്കുള്ള സംഭവം അവിടെ ചെയ്യുന്നു, പോകുന്നു, കഴിഞ്ഞു. അല്ലാതെ ലാലേട്ടൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെയാണ്. പുള്ളിക്കാരോടും ഈ പറഞ്ഞിട്ടുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജോ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെ അടുത്തും തുല്യതയോടുകൂടിയാണ് പുള്ളിക്കാരൻ കാണുന്നത്. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ലാലേട്ടൻ അവിടെ വന്നിട്ട് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. ആരും ലാലേട്ടൻ ആരെയും അവിടെ ഇരിക്കുന്ന ആരെയും ഫാൻസും അല്ല. പുള്ളിക്കാരന് അത് ഫാൻസ് ആവേണ്ട കാര്യമില്ല, അല്ലേ? പുള്ളിക്കാരന് കൊടുക്കുന്ന എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് വായിക്കുന്നു, അവിടെ ഒന്ന് പറയുന്നു, പുള്ളി പോകുന്നു, പൊടിയും തട്ടി പോകുന്നു. പുള്ളി അത് എനിക്ക് തോന്നുന്നു ഈ 2 വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് ലാലേട്ടൻ. അപ്പം അതിനായിട്ട് മാത്രം പോകുന്നു, ആ പരിപാടി ചെയ്യുന്നു, വരുന്നു, പിന്നെ അതൊക്കെ വിടുന്നു. പിന്നെ ഇതുപോലെ എനിക്ക് തോന്നുന്നു വീക്കിലിയിൽ എങ്ങനെയാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ ലാലേട്ടൻ സ്ക്രിപ്റ്റ് നോക്കുന്നതും മനസ്സിലാക്കുന്നതും. ഞാൻ ഒരു കാര്യം പറയും, ലാലേട്ടൻ ബിഗ് ബോസ് ഫുള്ള് കാണുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയും ലാലേട്ടൻ കാണുന്നില്ല. അത് വേറൊരു സത്യം. അപ്പം ഇന്ന് അനുമോള് പറഞ്ഞ ജയിൽ നോമിനേഷനിൽ ഇതിനു മുമ്പ് ഞാൻ ഇത് ചിന്തിച്ചിട്ടുള്ളതായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നെവിൻ്റെ, അക്ബറിൻ്റെ കാര്യം അത് വേറൊരു സൈഡ്. പക്ഷെ നെവിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. കാരണം ഷാനവാസിൻ്റെ നാക്കരിയൂ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു രംഗം വരെ നമ്മൾ ലൈവിനകത്ത് കണ്ടിട്ടുണ്ട്. കത്തി എടുത്തു വെച്ച് ഇങ്ങനെ രാവിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇല്ല, ഭയങ്കര വേറൊരു ഫേസാണ് നെവിൻ്റെ അന്നൊക്കെ കണ്ടത്. പക്ഷെ ആ സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചോദ്യം ചെയ്യണം വീക്കെൻഡ് എപ്പിസോഡിൽ. പക്ഷേ ഇതൊന്നും ചോദ്യം ചെയ്യാത്തതുകൊണ്ടാണ് ഈ നെവിൻ ഈ കുറച്ചുകൂടെ ഓവറായിക്കൊണ്ടേ ഇരിക്കുവാണ്. ഓവറായി എക്സ്ട്രീം ലെവലായി വെറുപ്പിച്ച് തന്നെ ഇപ്പോഴും വെറുപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വലിയ എൻ്റർടൈനറാണ്, വെളിയിൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ കരുതിയിട്ടാണ് ഇരിക്കുന്നത്. നെവിൻ്റെ വേറൊരു സത്യം പറഞ്ഞാൽ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതായിരുന്നു, നെവിൻ ഒരു ഫേക്കാണ്. അനുമോൾ എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. കാരണം നെവിൻ്റെ റിയൽ ഫേസ് അല്ല നമ്മളിപ്പോൾ അവിടെ കാണുന്നത്. നെവിൻ്റെ റിയൽ ഫേസ് ചില സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് പോലും നെവിൻ്റെ റിയൽ ക്യാരക്ടർ ഇങ്ങനെ ഇങ്ങനെ പോകത്തില്ലേ, അതുപോലെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ നെവിൻ അവിടെ ഇരുന്ന് ചായ എന്തെങ്കിലൊക്കെ ഒരു ഹോസ്റ്റായിട്ടുള്ളൊരു വ്യക്തിയുടെ ഹോസ്റ്റിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നു, ചായ കുടിക്കുന്നു. അവിടെ വേറെ ആരും ചെയ്യുന്നില്ല. ഇവന് മാത്രം എന്താണ് കൊമ്പുണ്ടോ? അത് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇവനിക്ക്? ഈ ഒരു ഹോസ്റ്റിൻ്റെ മുമ്പിൽ, ഒരു ഹോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അത്രമാത്രം നമ്മൾ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മുമ്പിൽ നിൽക്കുന്നത്. ആ വ്യക്തിയുടെ മുമ്പിൽ ഇരുന്നിട്ട് കാലും കയറ്റി ഇരുന്നിട്ടില്ല, വിശാലമായിട്ട് ചാരി ഇരുന്നിട്ട് ചായ കുടിക്കുന്നു, എന്തൊക്കെയോ ഗോഷ്ഠികൾ കാണിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, എന്തൊക്കെയാണ് ഇവൻ കാണിക്കുന്നത്, അല്ലേ? ഞാനൊരു കാര്യം പറയും, ഇത്രയും സീസൺ വെച്ച് നോക്കിയിട്ട് ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത, ആ ഹോസ്റ്റിന് പോലും ഒരു റെസ്പെക്ട് കൊടുക്കാത്ത ഒരു കണ്ടസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ നെവിൻ മാത്രമേ ഉള്ളൂ. ഇവൻ ആരാണ് ഈ ഇത്രയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്, ഇവനിക്ക് ആരാണ് ഇത്രയും വോട്ട് കൊടുക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിശയം തോന്നുന്നത്, അല്ലേ? അപ്പം ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ടതായിട്ടുള്ളൊരു വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ
നെവിൻ ഫയർ ചെയ്യേണ്ടതായിട്ടുള്ള വ്യക്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്ന പേര് നെവിൻ്റെ ആയിരിക്കും. പക്ഷെ ഇതൊന്നും ചെയ്തില്ല. ഇവൻ അവിടെ വന്നിരുന്ന് കുറേ കോമഡി അടിച്ച് കുറേ വളിപ്പും അടിച്ച്, വളിപ്പെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇതൊന്നും കാണുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവൻ അടിക്കുന്ന വളിപ്പ് പുറത്ത് ഭയങ്കര സംഭവം എന്നുള്ളൊരു വിചാരത്തിലാണ് ഇവൻ ഇരിക്കുന്നത്. ഇന്ന് നെവിൻ്റെയും അക്ബറിൻ്റെയും കുറച്ച് കാര്യങ്ങൾ, ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അനു പറയുന്നുണ്ട്. കാരണം നെവിൻ ഇവിടെ വലിയൊരു സംഭവമായിട്ടാണ് നിൽക്കുന്നത്, കട്ട ഫേക്കാണ്. നെവിൻ്റെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോ ബിഗ് ബോസോ ചോദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സത്യമല്ലേ? ഞാനും ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഞാനും മറ്റുള്ള ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള തുപ്പിയാൽ പോലും അത് ഭയങ്കര വിഷയമാക്കിയിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ നെവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മോഷണം ഉൾപ്പെടെ പല കാര്യങ്ങളും അവിടെ നെവിൻ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇത് ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ചയാക്കുന്നില്ല. ഉള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറയുന്നതും, അല്ലേ? ഈ അനു പറഞ്ഞതും അത് തന്നെയാണ്. അതുപോലെ അക്ബറിന്റെ കാര്യം പറയുന്നുണ്ട്. അക്ബറിന്റെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് ഇവിടെ സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നതും, അക്ബറിന് സപ്പോർട്ട് ഉണ്ടെന്നൊക്കെയാണ് അക്ബർ പറഞ്ഞിട്ടുള്ളത്. അക്ബർ എവിക്ഷൻ വന്നാലും പുറത്തു പോകില്ലെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. അക്ബറിനും ഇവിടെ ഇത് സപ്പോർട്ട് കിട്ടുന്നതായിട്ട് അനു പറയുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അക്ബറിനെ അറിയാവുന്ന ആൾക്കാരാന്നൊക്കെ അക്ബറും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. അതുപോലെ അക്ബറിന്റെ കുറേ കേസുകളൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ. പിന്നെ അക്ബറിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കും 1, 2, 3 കാര്യത്തിലൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് ഷോ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു 15-20 ദിവസം ആയപ്പോഴത്തേക്ക് ഉമ്മായെ വിളിച്ചു കൊടുക്കുന്നു. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അതിൻ്റെ ആവശ്യം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നില്ല സെപ്റ്റിക് ടാങ്കിന്റെ വിഷയത്തിലൊക്കെയാണെന്ന് തോന്നുന്നു, രേണുസുധിയുടെ, ഓർക്കുന്നില്ല. അപ്പം ഉമ്മായെ വിളിച്ചു കൊടുക്കുന്നു, ഒരു കാര്യമില്ലാതെ ഉമ്മായെ വിളിച്ചു കൊടുക്കുന്നു, പൊട്ടിക്കരയുന്നു. എന്തുകൊണ്ടേ ഇതൊക്കെ? അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ എവിക്ഷൻ്റെ ഒരു ഇതും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം 2 കാറിൽ കയറ്റി വിടുന്നു, പോയി കഴിഞ്ഞ് വന്നിട്ട് പ്രത്യേകതരം ഒരു കത്തൊക്കെ അവിടെ വരുന്നു. ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് കത്ത് വരുന്നു. അക്ബറിന് ഭയങ്കര വരവേൽപ്പോടുകൂടി സ്വാഗതമൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ 1, 2, 3 കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കും അങ്ങനെ തോന്നി. എന്തൊക്കെയോ പുള്ളിക്കൊരു അവിടെ ഒരു പുള്ളിയോട് ഇഷ്ടം കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണേലും ഇന്നത്തെ നോമിനേഷനിൽ അനു ഞെട്ടിച്ചിരിക്കുകയാണ്. അനുവിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു തുറന്നു പറച്ചിൽ എങ്ങനെ ബിഗ് ബോസ് അത് എടുക്കും എന്ന് നമുക്ക് ഇനി കണ്ടറിയാം. കാരണം ഇത് കഴിഞ്ഞതുകൂടി, അനുവിൻ്റെ ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞപ്പോഴേ, കാരണം നെവിൻ ഇട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട്. നെവിൻ അവിടെ പോയി മലന്ന് കടന്നില്ല, ചത്ത മറ്റേ പോത്ത് കിടക്കുന്ന പോലെ കടന്നിട്ട് മലന്നും കടന്നൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഇല്ലാത്ത പോലെ ഇതിനു മുമ്പ് നെവിൻ പല വട്ടം ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് തന്നെ എനിക്ക് തോന്നുന്നു കുരു പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിഗ് ബോസ് അവിടെ നിന്നിട്ട് നെവിൻ എന്താണ് ഈ കാണിക്കുന്നത്? അത്രയ്ക്ക് ദേഷ്യത്തോടാണ് സംസാരിക്കുന്നത്. കാരണം ഇതുവരെയൊന്നും ബിഗ് ബോസ് അങ്ങനെ സംസാരിച്ചിട്ടില്ല. അനുവിൻ്റെ ഈ ഒരു അനു പറയുന്ന ഇവിടെ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് നെവിനും, അതുപോലെ അക്ബറിനൊക്കെ പ്രത്യേക പരിഗണനയാണ് ഇവിടെ കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നെവിനൊക്കെ ഇവിടെ പലതും ചെയ്തിട്ട് പോലും അവിടെ ചോദ്യം ചെയ്യുന്നില്ലെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് കേട്ട് ഇത് അനുവിൻ്റെ ഈ ഒരു നോമിനേഷൻ കഴിഞ്ഞ ഉടനെയാണ് നെവിൻ അവിടെ പോയി കിടന്ന് ഉറങ്ങുന്നത്. അപ്പം ഉറങ്ങുന്ന പോലെ കാണിക്കുന്നതാണോ ഇനി ഉറങ്ങുന്നതാണോ അറിയത്തില്ല. എന്തായാലും അവിടെ പോയി കിടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ തിരിഞ്ഞു പറഞ്ഞൊക്കെ കിടന്ന് കണ്ണടച്ചൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് ഇതുപോലെ ഒരു വാണിംഗ് കൊടുക്കണം. നെവിൻ എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഇത് എത്രാമത്തെ ആഴ്ചയാണെന്ന് നെവിന് അറിയാവോ? ഇത് കുട്ടിക്കളി കളിക്കാനുള്ള സ്ഥലമല്ല. എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒന്ന് റൈസ് ചെയ്ത് നല്ല രീതിയിൽ നെവിന് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടിക്കളി കളിക്കാൻ പാടില്ല, ഇവിടെ ഗൗരവത്തോടു കൂടിയാണ് ഇത് കളിക്കാൻ, ഇവിടെ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് പരിഗണനയൊരു മണ്ണാങ്കട്ടയില്ലെന്നൊക്കെ ബിഗ് ബോസ് നെവിൻ്റെ അടുത്ത് പറയുവാണ്. അപ്പം എനിക്കത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ ആ ഒരു തുറന്ന പറച്ചിലൊക്കെ കേട്ടോണ്ടാണ് ഇവിടെ നെവിൻ ഒരു ഡോസ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉള്ളത് തന്നെ. കാരണം ഇത്രയും ദിവസം നെവിൻ കാണിച്ചു കൂട്ടിയതിനൊന്നും അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇതിനു മുമ്പ് നെവിൻ ഉറങ്ങിയിട്ടുണ്ട്, ഫുഡ് കട്ടെടുത്ത് കഴിച്ചിട്ടുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നെവിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സംഭവങ്ങൾ വന്നിട്ട് പോലും അത് വീക്കെൻഡ് എപ്പിസോഡിലൊന്നും അത് ചർച്ച ചെയ്തിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. അതുകൊണ്ട് മാത്രം നെവിൻ വീണ്ടും ഇങ്ങനെ ഓവറായി ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ നോമിനേഷൻ അനുമോള് ഞെട്ടിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും മിക്കവാറും ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് ചോദിക്കും. കാരണം ചോദിക്കാതിരിക്കത്തില്ല. കാരണം ഇവിടെ അക്ബറിനും നെവിനും അങ്ങനെ പ്രത്യേകം പരിഗണനയൊന്നും ഇവിടെ ആരും തരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മിക്കവാറും ചോദിക്കും. അത് വേറെ ആരെയും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നോമിനേഷനിനകത്ത് ആദിലയും അതുപോലെ ഷാനവാസും രക്ഷപ്പെട്ടു. ഷാനവാസും പിന്നെ പുള്ളിക്കാരൻ പോകത്തില്ല, അത് വേറെ ആരും നോമിനേഷനകത്ത് വന്നാലും പുള്ളിക്ക് അത്യാവശ്യം
വെളിയിൽ നല്ല അത്യാവശ്യം ഫാൻസ് പവർ ഉള്ളതുകൊണ്ട് പുള്ളി പോകത്തില്ല, സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് പോകത്തില്ല. പിന്നെ ആദിലയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയും കൂടെ വരണമായിരുന്നെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദില നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് നൂറയ്ക്ക് ആദിലയുടെ വോട്ടും കൂടെ നൂറയ്ക്ക് പോവും. അവിടെ നൂറ സേഫ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം നൂറയൊന്നും ഒന്നും ചെയ്യുന്നില്ല. ഇന്നത്തെ നോമിനേഷൻ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഒരു കഴിവും ഇല്ലാത്ത ഒരാളാണ് നൂറ. ഇന്ന് നോമിനേഷന് മുമ്പ് ആദില നൂറയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പറയണം, അങ്ങനെ പറയണം, ഈ രണ്ട് വ്യക്തികളെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്, നെവിനെയും ആര്യനെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോലും നൂറ അതൊന്നും പറഞ്ഞിട്ടില്ല. പേര് വിളിക്കുന്ന സമയത്ത് ഇന്നത്തെ നോമിനേഷൻ എല്ലാവരും അവരവരുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് പേര് വിളിക്കും. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് തന്നെ നോമിനേറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ ഒരു നോമിനേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ ആദില പറഞ്ഞു കൊടുത്ത ഒരു സംഭവം നൂറ അവിടെ പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി നൂറ വെറും 0 ആണ്. അപ്പം ഈ ആദിലയുടെ വോട്ടും കൂടെ നൂറയ്ക്ക് കിട്ടും. നേരെ മറിച്ച് ഈ ആദിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ രണ്ടിൻ്റെയും വോട്ട് 2 പേർക്കായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരാൾക്ക് വോട്ട് കുറയും, ഒരാൾ പുറത്തു പോകാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച നൂറ പോകാനുള്ള ചാൻസ് ഇല്ല. അങ്ങനെ ഷാനവാസും അതുപോലെ ആദിലയും സേഫായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം, ഇന്നത്തെ നോമിനേഷൻ കൊള്ളായിരുന്നു. അനുമോള് പ്രത്യേകിച്ച് ഞെട്ടിച്ച് കളഞ്ഞു. പുള്ളിക്കാരിയുടെ ധൈര്യം സമ്മതിച്ച് പറ്റും കേട്ടോ. പക്ഷെ ഇതിപ്പോഴല്ല, കുറച്ചുകൂടെ മുമ്പേ പറയണമായിരുന്നു. അതാണ് വേണ്ടത്. കാരണം ഇത് നമ്മളെപ്പോലുള്ള ആൾക്കാർ, ഈ അഭിപ്രായം പറയുന്ന ആൾക്കാർക്കും ഇപ്പം എനിക്കിത് പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നെവിൻ്റെ കാര്യത്തിൽ, അക്ബറിൻ്റെ കാര്യത്തിൽ പിന്നെ ഞാൻ സംസാരിച്ചിട്ടില്ല. കാരണം അക്ബറിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഇനി അക്ബറിൻ്റെ കാര്യത്തിൽ ഉള്ളതാണെങ്കിൽ തന്നെ അക്ബർ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ഗെയിമർ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി നല്ല രീതിയിൽ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. പുള്ളി നല്ല മൈൻഡ് വെച്ചിട്ട് കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നെവിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹാ ഓവറായിട്ടുള്ളൊരു ക്യാരക്ടറാണ് നെവിൻ അവിടെ എന്ത് കാട്ടിക്കൂട്ടിയാലും അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അപ്പം അതും ആ ഒരു ഇത് വെച്ചുകൊണ്ട് നെവിൻ വീണ്ടും ഒരു ഞാനൊരു എൻ്റർടൈനറാണെന്നുള്ള രീതിയിൽ എല്ലാം കോമഡി രീതിയിലാണ് ഈ നെവിൻ. ഈ ആഴ്ച തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ നമുക്ക് ലാലേട്ടൻ മനസ്സിലാവും. ലാലേട്ടൻ വന്ന് ചോദിക്കുന്ന സമയത്ത് അനുമോളെ ഫയർ ചെയ്യുന്ന, അനുമോളത്ത് ഈ നെവിനും അനുവും തമ്മിൽ ഒരു വഴക്കിൻ്റെ ഇടയ്ക്ക് നടന്ന കുറേ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്, അതുപോലെ ആ ക്യാപ്റ്റൻസിയുടെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്തും നെവിൻ അവിടെ അവതരിപ്പിച്ച രീതി ഉണ്ടായിരുന്നോ, ഭയങ്കര തമാശ രീതിയിലാണ് അവൻ അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്ക് ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല എന്നുള്ളൊരു ചിന്തയാണ് നെവിന് വരുന്നത്. അത്രയും ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് അത്രയും വെറുപ്പീര് കാണിച്ച് അത്രയും കോമാളിത്തരം കാണിച്ചൊരു വ്യക്തി അല്ലേ ഇവർക്ക് കൊടുത്തൊരു ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് ആ നെവിൻ വന്നിട്ട് ലാലേട്ടന് മുമ്പിൽ വന്നിരുന്നിട്ട് മെഴുകൊക്കെ കണ്ട ലാലേട്ടൻ അത് ഗെയിം ഇൻഡ് ആവുമെന്ന് എനിക്ക് ഒരു തോന്നലുണ്ടായി. അതിങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനകത്തൊരു കോണ്ടന്റ് ഇട്ട് കൊടുത്തയാന്നൊക്കെ പറഞ്ഞു. എന്തുവാരേ, സത്യം പറഞ്ഞാൽ നെവിനെ എനിക്ക് ഇപ്പം കാണുന്ന തന്നെ എനിക്ക് വെറുപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നെവിൻ്റെ ഒരു ഇപ്പോഴത്തെ ബിഗ് ബോസിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വിടും, അത് വേറെ ആരും. ഇപ്പം ബിഗ് ബോസിൻ്റെ അകത്ത് നടക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടോ. അല്ലാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരെ പാടായി, ഞാൻ എൻ്റെ പാടായി, നിങ്ങളെ പാടായി. അപ്പം എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളെ അഭിപ്രായം, ഇന്നത്തെ നോമിനേഷനെ പറ്റിയിട്ടൊക്കെ നിങ്ങളെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.